ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം മോഹൻ ബഗാന്. ഫൈനലിൽ ബംഗളൂരു എഫ് സിയെ 1-നെതിരെ 2 ഗോളുകൾക്ക് തകർത്തു. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങളുമായി ചേരുന്നത്. രാജേഷ്, കിരീടം നിലനിർത്തിയിരിക്കുകയാണ് മോഹൻ ബഗാൻ. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കിരീടം 5ാം തവണ കിരീടത്തിൽ മുത്തമിട്ടിരിക്കുകയാണ് ഇപ്പോൾ മോഹൻ ബഗാൻ. ആവേശകരമായ ഫൈനലിൽ കരുത്തരായ ബംഗളൂരു എഫ്.സിയെ 1-നെതിരെ 2 ഗോളുകൾക്കാണ് ഇപ്പോൾ മോഹൻ ബഗാൻ തോൽപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഇത് 5ാം തവണയാണ് ഇപ്പോൾ മോഹൻ ബഗാൻ ഈ ISL-ൽ ഒരു കിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ കിരീടം ഉയർത്തുന്നു എന്ന കാര്യം കൂടി ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നു. ഇത് എക്സ്ട്രാ ടൈമിലെ 6ാം മിനിറ്റിൽ നേടിയ ഗോളാണ് ഇപ്പോൾ മോഹൻ ബഗാനെ വലിയൊരു വിജയത്തിലേക്ക് നയിച്ചത്. എക്സ്ട്രാ ടൈമിലെ 6ാം മിനിറ്റിൽ ജാമി മക്ലാരൻ നേടിയ ഗോളാണ് ഇപ്പോൾ മോഹൻ ബഗാനെ ഒരു വലിയ വിജയത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. മോഹൻ ബഗാന്റെ തട്ടത്തിൽ, അല്ലെങ്കിൽ ഹോം ഗ്രൗണ്ടിൽ ഇതുപോലെ ഒരു വലിയ കിരീടം നേടുന്നത് ISL ചരിത്രത്തിൽ ആദ്യമായാണ്. അതാണ് ഇപ്പോൾ നിലവിൽ മോഹൻ ബഗാൻ നേടിയിരിക്കുന്നത്. ഇത് മോഹൻ ബഗാൻ ജയൻസ്, സൂപ്പർ ജയൻസ് എന്ന പേര് സ്വീകരിച്ച ശേഷം ഈ മോഹൻ ബഗാൻ നേടുന്ന ആദ്യ കിരീടം കൂടിയാണ് എന്നൊരു പ്രത്യേകതയും ഈ ISL അല്ലെങ്കിൽ ഈ സീസണിലുണ്ട്. എന്നാൽ ലീഗിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു ക്ലബും ലീഗ് വിന്നേഴ്സും ഫീൽഡ് ISL കപ്പും നേടുന്നത് ചരിത്രത്തിൽ ഇത് ആദ്യമായാണ്. അത് തന്നെയാണ് ഇപ്പോൾ മോഹൻ ബഗാൻ ഈ ISL-ലൂടെ അല്ലെങ്കിൽ ഈ സീസണിലൂടെ നേടിയിരിക്കുന്നത്. ആദ്യ പകുതിയിൽ ഈ ഗോളൊഴിഞ്ഞ, അല്ലെങ്കിൽ ഗോളൊന്നില്ല, ഇരു ടീമിനും ഗോളില്ലെങ്കിലും പിന്നീട് കളി മുറുകി തുടങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ഇത് 12ാമത്തെ സീസണിൽ ISL നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട്, അല്ലെങ്കിൽ കൂടുതൽ സമയം പന്ത് ബംഗളൂരു എഫ്.സി, അല്ലെങ്കിൽ ഇത് കരുത്തായ എതിരാളിയായ ബംഗളൂരു എഫ്.സിയെ കയ്യിലായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് കളി മുറുകുന്ന ഒരു സാഹചര്യമായിരുന്നു. അതോടെ എക്സ്ട്രാ ടൈമിൽ ലഭിച്ച 6ാം മിനിറ്റിൽ ഈ ജാമി മക്ലാരൻ നേടിയ ആ ഗോളാണ് നിലവിൽ ഇപ്പോൾ മോഹൻ ബഗാൻ ഒരു വിജയത്തിലേക്ക് നയിച്ചത്. എന്തായാലും ISL ചരിത്രത്തിൽ ആദ്യമായി ഹോം ഗ്രൗണ്ടിലും അതുപോലെ തന്നെ ലീഗ് ചരിത്രത്തിൽ ഇതുവരെ ഒരു ക്ലബും ലീഗ് വിന്നേഴ്സും ഫീൽഡ് ISL കപ്പും ഒരുമിച്ച് നേടിയിട്ടില്ല. ആ ചരിത്രം കൂടിയാണ് ഇപ്പോൾ മോഹൻ ബഗാൻ നേടിയിരിക്കുന്നത്. എന്തായാലും ISL-ൽ ഏറ്റവും കൂടുതൽ കിരീടം നേടിയിരിക്കുന്ന ഒരു ടീമായി ഇപ്പം മോഹൻ ബഗാൻ മാറിയിരിക്കുകയാണ്. അതേസമയം തന്നെ മോഹൻ ബഗാൻ തട്ടത്തിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ കരുത്തരായ ബംഗളൂരു എഫ്.സിയെ 1-നെതിരെ 2 ഗോളുകൾക്കാണ് ഇപ്പോൾ ഈ മോഹൻ ബഗാൻ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ISL ചരിത്രത്തിൽ ഇതിപ്പോൾ മോഹൻ ബഗാൻ 5ാമത്തെ കിരീടത്തിലാണ് ഇപ്പോൾ നിലവിൽ മുത്തമിടുന്നത്. കാളിദാസ്. ശരി രാജേഷ്, ISL കിരീടം മോഹൻ ബഗാൻ ഉയർത്തിയിരിക്കുന്നു. കഴിഞ്ഞ വട്ടം ഫൈനലിൽ വരെ എത്തിയെങ്കിലും മുംബൈ സിറ്റിയോട് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നതായിരുന്നു മോഹൻ ബഗാന്. ഇത്തവണ ലീഗ് ഷീൽഡ് പട്ടവും ചാമ്പ്യൻ പട്ടവും നേടിയിരിക്കുകയാണ് മോഹൻ ബഗാൻ. ISL-ൽ രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.